ഒരു ഹാബിറ്റ് മാത്രം മതി നിങ്ങൾക്ക് ഫിസിക്സിന് ഇരട്ടി മാർക്ക് വാങ്ങിക്കാൻ. അതായത് ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ അതിന്റെ ഫോർമുല അല്ലെങ്കിൽ അത് എന്താണെന്ന് അന്വേഷിച്ച് പോകുന്നതിന് വരെ നല്ലോണം ഒരു ക്വസ്റ്റ്യൻ പെട്ടെന്ന് വായിച്ചു നോക്കുക. ഒരു 10-20 സെക്കൻഡ് എടുത്ത് നല്ലോണം ഒന്ന് വായിച്ചു നോക്കുക. അപ്പൊ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇപ്പം ഡയഗ്രമായിട്ട് ബന്ധപ്പെട്ടാണെന്നുണ്ടെങ്കിൽ ആ ഡയഗ്രം ഒന്ന് ജസ്റ്റ് ഒന്ന് വരച്ചു നോക്കുക. സൈഡിൽ റഫ് ആയിട്ടൊന്ന് വരച്ചു നോക്കുക. നമുക്കറിയാം മെർണൽ ലെൻസിന്റെ ഒക്കെ കേസിൽ വിയും എഫും ഒക്കെ കണ്ടുപിടിക്കാനായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അപ്പൊ അവിടെ യു ഒക്കെ തന്നിട്ടുണ്ടായിരിക്കും. നിങ്ങൾ സൈഡിൽ ജസ്റ്റ് ആയിട്ട് അതിന്റെ ഒരു റേ ഡയഗ്രം ചുമ്മാ റഫ് ആയിട്ടൊന്ന് വരച്ചു നോക്കുക. അല്ലെങ്കിൽ എന്താണ് ഈ മേളിൽ കൊടുത്തിരുന്ന ക്വസ്റ്റ്യൻ നോക്കിയേ. ഇലക്ട്രിസിറ്റി ചാപ്റ്ററിലാണ് കേട്ടോ, CBSE 10th ഇലക്ട്രിസിറ്റി ചാപ്റ്ററിലാണ്. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എന്തോ ഒരുപാടുണ്ടല്ലോ, ഒരുപാട് കിടപ്പുണ്ടല്ലോ, എന്താ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു ഐഡിയ കിട്ടിയല്ല. ആ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ റെസിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക. റെസിസ്റ്റൻസ് R = കോൺസ്റ്റന്റ്. പിന്നെ പറഞ്ഞിട്ടുണ്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എങ്ങനെയാണ് ഹാഫ് ആവുന്നത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ V/2 നമുക്ക് എഴുതാം. കറന്റ് കണ്ടുപിടിക്കാനാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. I = ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് വെക്കുക. അപ്പൊ ഈ 3 കാര്യങ്ങളും എഴുതി വെക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മൈൻഡിലേക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് വരും ഏത് ഇക്വേഷൻ ആണ് അവിടെ നമുക്ക് അപ്ലൈ ചെയ്യേണ്ടതെന്ന്. അപ്പൊ ഈ ഒരു ഹാബിറ്റ് നിങ്ങൾ തീർച്ചയായിട്ടും ഫോളോ ചെയ്യോട്ടെ. ഒരു ക്വസ്റ്റ്യൻ കണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ഡയഗ്രാം അല്ലെങ്കിൽ ഗ്രാഫ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് റഫ് ആയിട്ട് വരച്ചു വെക്കുക. അപ്പൊ അങ്ങനെ ചോദിച്ചിട്ടില്ലെങ്കിലും ജസ്റ്റ് സൈഡിൽ റഫ് ആയിട്ട് വരച്ചു വെക്കുക, അല്ലെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ഓട്ടോമാറ്റിക് ആയിട്ട് മൈൻഡിൽ വരും കേട്ടോ. അപ്പൊ ഇനി നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ഇതൊന്ന് ഫോളോ ചെയ്ത് നോക്കുക കേട്ടോ. ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഫിസിക്സ് നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്നത്. അപ്പൊ അതിനുവേണ്ടിയൊക്കെ നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക കേട്ടോ. താങ്ക് യു.